അപ്പം നിങ്ങൾ i4C ചാനൽ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചാനലിന്റെ ലിങ്കും കൂടെ ഒന്ന് ഇവിടെ ഇടാം കേട്ടോ. ഈ ചാറ്റിൽ ഇടുന്നുണ്ട് ചാനലിന്റെ ലിങ്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ചാനലിനകത്ത് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവനി സ്റ്റാർട്ടർ കാണാം. ഓക്കെ, ഈ സ്റ്റാർട്ടർ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകും. ഈ പേജിൽ അസ്സലാം വലൈക്കും, ഹൗ കൻ ഐ ഹെൽപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റലേഷൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് വെരി ബിഗിനിങ്. ഓക്കെ, ഇൻസ്റ്റലേഷൻ രജിസ്ട്രേഷനിൽ നിങ്ങൾക്ക് ഹൗ ടു ഡൗൺലോഡ് ദ i4C ആപ്പ് ഫോർ ആപ്പിൾ യൂസേഴ്സ്. ആപ്പിൾ യൂസേഴ്സ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക, ആൻഡ്രോയിഡ് യൂസേഴ്സ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, എങ്ങനെയാണ് ലോഗിൻ ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, ഇത് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് പോയാൽ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പം തീരെ ഡൗൺലോഡ് ചെയ്യാത്ത ആളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആപ്പിൾ യൂസേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്താൽ അതിന്റെ ആൻസർ കിട്ടും. ക്ലിക്ക് ദ ലിങ്ക് ബിലോ. അപ്പം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോയാൽ ആപ്പ് സ്റ്റോറിൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. ഇവിടെ ഓൾറെഡി ഡൗൺലോഡ് ആയതുകൊണ്ടാണ് ഓപ്പൺ എന്ന് കാണിക്കുന്നത്. ഓക്കെ, ഇൻഷാല്ല. ഇനി അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിലേക്ക് മെയിൻ മെനുവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്യാണ്. മെയിൻ മെനുവിൽ വീണ്ടും ഇൻസ്റ്റലേഷൻ രജിസ്ട്രേഷൻ പോവുക. എന്നിട്ട് ഹൗ ടു രജിസ്റ്റർ ഫോർ ദി i4C ആപ്പ് ആ ക്വസ്റ്റ്യൻ എടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഈ രജിസ്റ്റർ അറ്റ് i4C ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലിങ്കിലേക്ക് വരും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കുട്ടീൻ്റെ ഫുൾ നെയിം, ഇമെയിൽ ഐ ഡി, ഒരു ഇമെയിൽ ഐ ഡി ഒരു കുട്ടിക്ക് നിർബന്ധമാണ്. ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, വാട്സപ്പ് നമ്പർ, ഇപ്പം ഒരു ഉമ്മന് 2-3 കുട്ടികളെ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ സെയിം വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇമെയിൽ ഐ ഡി ഓരോ കുട്ടിക്ക് ഓരോന്ന് വേണം. പിന്നെ നിങ്ങളുടെ കുട്ടീൻ്റെ പ്രായം, മെയിൽ ഓർ ഫീമെയിൽ, കിഡ്സ് ആണെങ്കിൽ അങ്ങനെ, പിന്നെ എവിടുന്നാണ് നിങ്ങൾക്ക് ഈ ലിങ്ക് കിട്ടിയതെന്നൊക്കെ അടുത്ത് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്കി പ്രൊസീജിയർ സ്ക്രീനിൽ തന്നെ വരും. അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇൻഷാല്ലാ. ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ടൈപ്പ് എം ഓർ നോ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്ത് നിങ്ങൾക്ക് ഈ 2 എൻട്രി അല്ലാത്ത എൻട്രി എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാറ്റ് ക്ലോസ് ആയി പോകും. ഓക്കെ, അപ്പൊ നിങ്ങൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് രണ്ടും അല്ലാത്തത് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നോ അല്ലെങ്കിൽ എം ടൈപ്പ് ചെയ്തിട്ട് പോകണം. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒന്നും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിലേക്ക് ആ ക്വസ്റ്റ്യൻ എത്തൂല. നിങ്ങൾക്ക് നമ്മളിലേക്ക് എത്തേണ്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പം ടൈപ്പ് എം. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നില്ലേ? ഇല്ലെങ്കിൽ ഒന്ന് എക്സിറ്റ് ചെയ്ത് എൻ്റർ ചെയ്യണേ. കാണുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റിൽ ഒരു അതർ കാണും. ഓക്കെ, ഈ അതറിനകത്ത് ഐ ഹാവ് സം അതർ ക്വസ്റ്റ്യൻസ് കണ്ടോ? അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളുടെ മെയിൽ ബോക്സിൽ നിന്നും avni.help@gmail.com മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ഇമെയിൽ ആസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ മെയിൽ ബോക്സിലേക്ക് പോകും. മെയിൽ ബോക്സ് നിങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പോവുള്ളൂ, അല്ലെങ്കിൽ പോവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ മെയിൽ ഐ ഡി എടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു മെയിൽ അയച്ചാൽ മതി നിങ്ങളുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട്. അപ്പം ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഇനി ആപ്പ് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും, ഇനി ബിഗിനേഴ്സിനാണെങ്കിലും ആപ്പിനകത്ത് എന്താ ഉള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ആപ്പ് കാണിക്കാം ഇൻഷാല്ലാ. അപ്പം ഇങ്ങനെയാണ് ആപ്പ് ഉണ്ടാവുക. യൂസ് ചെയ്യുന്നവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അതുകൊണ്ട് ഞാനൊന്ന് ക്വിക്കായിട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമുക്കിവിടെ ക്ലിക്ക് ഫോർ അനൗൺസ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ടാവും. ഇവിടെ ഈ പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് അനൗൺസ്മെന്റ്സ് ഒക്കെ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇപ്പം i4C റീലോഡഡ് ഇപ്പോഴത്തെ നിങ്ങളുടെ സെഷനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ അവനീൻ്റെ അനൗൺസ്മെന്റ്, അങ്ങനെ വന്ന അനൗൺസ്മെന്റ്സ് റെലവെന്റ് ആയിട്ടുള്ളതൊക്കെ ഇവിടെ ഉണ്ടാവും. ഇതിന് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടും ഉണ്ടാവും ഈ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, i4C റീലോഡഡ് സെഷൻ, ഇറ്റ്സ് ടൈം ടു ജോയിൻ. ഇതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോയെന്ന് നിങ്ങൾ നോക്കണം. ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്യണം കേട്ടോ ഇൻഷാല്ലാ. ഇനി ചാലഞ്ച് കോർണർ, അടുത്തത് ചാലഞ്ച് കോർണർ ആണ്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴോട്ട് കാണുന്നത് കഴിഞ്ഞ
സോ മെനി നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ അനൗൺസ്മെന്റ് പേജിലുണ്ട് കേട്ടോ. അപ്പൊ അത് ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാന്ന് നോക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ചലഞ്ച് കോർണറിൽ താഴെ നിങ്ങൾ കാണുന്നത് മാഷാല്ല ഐദാൻ, ഇർഫാൻ, അമീൻ യാസിൻ കഴിഞ്ഞ 2 മാസത്തെ കൺസിസ്റ്റന്റ് സ്റ്റാർസ് ആണ് ചാലഞ്ചിന്റെ. ഓക്കെ, അപ്പൊ അതുപോലെ നിങ്ങളുടെ മക്കളും കൺസിസ്റ്റന്റ് ആവാൻ വേണ്ടിയിട്ട് ഈ മാസം മിസ്സായെങ്കിൽ കുഴപ്പമില്ല, അടുത്ത മാസം മുതൽ നമുക്ക് ട്രൈ ചെയ്യണം ഇൻഷാല്ല. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ മാസത്തെ സുന്ന എന്ന് നമുക്ക് കാണാൻ പറ്റും. സുന്ന ബിൽഡർ ജൂൺ. ഓക്കെ, അപ്പം എന്താണ് സുന്ന ഹാബിറ്റ്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ആ ഒരു മന്ത് മുഴുവൻ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുക. ഓരോ വീക്കും, അതായത് ഓരോ മാസത്തിലെ 8th, 15th, 21st, 22nd, 29 ഈ 4 ദിവസം ഇവിടെ ഒരു പേജും കൂടെ ഓപ്പൺ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവനിനോട് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇൻഷാല്ലാ. അപ്പം അതാണ് ചലഞ്ച് കോർണർ. പിന്നെ ഇത് ഫീച്ചേർഡ് കോഴ്സസ് ആണ്. ഇപ്പൊ നമുക്ക് 3 റെഗുലർ കോഴ്സ് ആണ് ഉള്ളത്. അതിനകത്ത് 2 ഫീച്ചേർഡ് ആണ്. ഒക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കോഴ്സസ് ആണ്. കോഴ്സസിനെ കുറിച്ച് ഞാൻ പറയാം. പിന്നെ അടുത്തത് പ്ലാറ്റിനം ലേണേഴ്സ് ലിസ്റ്റ്. ഈ പ്ലാറ്റിനം ലേണേഴ്സ് ലിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഓരോ മന്തും അതുവരെയുള്ള എല്ലാ കോഴ്സിന്റെയും എല്ലാ മൊഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്ത കുട്ടികളുടെ പേരാണ് ഇവിടെ കൊടുക്കുന്നത്. ഫസ്റ്റിൽ നിങ്ങൾക്ക് ഐദാൻ, ഇർഫാൻ, അമീൻ യാസിൻ, അത്തയ, മുനീറ, നിദാൽ, റജീദ്, നൂറ, ഡാനിഷ് പേരുകൾ കാണാം. ഈ പേരിന്റെ എണ്ണം നമുക്കിങ്ങനെ കൂടി വരണം. നമ്മൾ 2 months ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അടുത്ത മാസം കൂടുതൽ കുട്ടികൾ ഇത് ചെയ്തത് ഉണ്ടാവണം. അപ്പം അഥവാ നിങ്ങളുടെ പേര് ഇവിടെ ഇല്ല, നിങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺസും ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ അതാണ് പ്ലാറ്റിനം ലേണേഴ്സ്. ഓരോ മാസവും എല്ലാ കോഴ്സും എല്ലാ മൊഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾ. ഇനി താഴെ വരുന്നത് കാലണ്ടർ. ആ ഒരു മാസത്തെ ഏതൊക്കെ ഡേറ്റിലാണ് കോഴ്സ് അപ്ലോഡ് ചെയ്യുക, ചാലഞ്ച് കോർണർ അപ്ലോഡ് ചെയ്യുക, ക്യൂ സോൺ അപ്ലോഡ് ചെയ്യുക. ക്യൂ സോൺ എന്താണെന്ന് ഞാൻ പറയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ കമ്മ്യൂണിറ്റി ചാമ്പ്യൻ. ഇതുവരെ, അതായത് ഈ മന്ത് വരെ നമുക്ക് കമ്മ്യൂണിറ്റിയിലെ ബെസ്റ്റ് പെർഫോമേഴ്സിനാണ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് I4C ചാമ്പ്യൻ ആയിരിക്കും. ഈ I4C ചാമ്പ്യൻ എന്ന് പറയുന്നത് കോഴ്സ് ചെയ്തവര്, ചലഞ്ച് ചെയ്തവര്, കമ്മ്യൂണിറ്റിയിൽ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തവര് എല്ലാത്തിന്റെയും സ്കോറും കൂടെ കൂട്ടിയിട്ടായിരിക്കും I4C ബെസ്റ്റ് പെർഫോമറിനെ തീരുമാനിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് മന്തിലെ ബെസ്റ്റ് പെർഫോമർ ബോയ്സിന്റെ സെക്ഷനിൽ അമീൻ യാസിനും ഗേൾസിന്റെ സെക്ഷനിൽ നൂറ ഡാനിഷും. പോയിന്റ്സും കൊടുത്തിട്ടുണ്ട് അവിടെ. നൂറയ്ക്ക് 199 പോയിന്റ്സും അമീനിന് 791 പോയിന്റ്സും. നിങ്ങൾക്ക് ടോപ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പോയിന്റ്സ് ഒക്കെ കാണാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ഇൻഷാല്ലാ. ഇതിപ്പം ചിലപ്പോൾ പേരൻസിനൊക്കെ പ്രത്യേകിച്ച് ഇത് കാണുമ്പോൾ ആകെ കൂടെ ബേജാറും, ഇത് കുറേ കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ യൂസ് ചെയ്ത് നമുക്ക് അത് അങ്ങോട്ട് ശീലമായിക്കോളും ഇൻഷാല്ലാ. ഇനി ഇത് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ആപ്പിനകത്തുള്ള അവനീനെ കാണാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അവനിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. കാരണം ആപ്പിൽ കയറാത്തവർക്ക് കുറച്ച് കാര്യങ്ങളെ വേണ്ടിയുള്ളൂ. ആപ്പിൽ കയറിയവർക്ക് നിങ്ങൾക്ക് എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടികളും ഇവിടെ ഉണ്ടാവും. I4C പ്രൊഫൈൽ, കോർ പേജ്, കോഴ്സസ്, കോച്ചിങ്, കമ്മ്യൂണിറ്റി, ക്യൂ സോൺ, ചലഞ്ച് കോർണർ, സീസണൽ പ്രോഗ്രാംസ്, അതെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും ഓരോ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങളത് വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ആൻസർ എടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മളടുത്ത് ചോദിക്കേണ്ട ചോദ്യമാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഓപ്ഷനും ഈ അതറിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പം അതറിൽ ഇവിടെ കണ്ടോ വർക്ക് ക്യാൻ ഐ ഗിവ് സജഷൻസ് ഓഫ് ഫീഡ്ബാക്ക്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇമെയിൽ ചെയ്യുക. അതല്ലെങ്കിൽ avni.help@gmail.com എടുത്തിട്ട് നിങ്ങൾ മെയിൽ ചെയ്യാം. രണ്ടിലൊന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഇവിടെ താഴെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എന്ത് ടൈപ്പ് ചെയ്താലും ഞങ്ങൾക്ക് ഇത് കിട്ടും നിങ്ങളെ ക്വസ്റ്റ്യൻ. പക്ഷെ ആരാ ചോദിച്ചത് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഞങ്ങൾക്ക് പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇമെയിൽ അസൽ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ മെയിൽ ID-യിലോ ഞങ്ങൾക്ക് മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സും ഇവിടെ അവനിയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പം അതാണ് അവനിന്റെ ഹെൽപ്പൊക്കെ എല്ലാവരും എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതാണ് നമ്മളുടെ മെയിൻ പേജ്. ഇനി കോഴ്സസ് പേജിലേക്ക് പോകുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു 3 കോഴ്സസ് ആണ് നമുക്ക്. KD01, KD02, KD03. അതിന്റെ പുറമെ റമവാനിൽ നമ്മൾ നടത്തിയ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിരിക്കും, നിങ്ങൾക്ക് കാണാം. അതുപോലെ ദുൽഹിജ പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിങ്ങൾ കാണുന്നത് ചാലഞ്ച് കോർണർ ആണ്. ഈ സുന്ന ബിൽഡർ നിങ്ങൾക്ക് ഇവിടെ ഇതുവഴിയും കാണാൻ പറ്റും. ഇനി KD01, 02, 03 വരുമ്പോൾ ഏതെങ്കിലും ഒന്ന്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം 02 എടുക്കാന്ന് വെച്ചോ.
ഓരോ മൊഡ്യൂളും തീർത്താലേ അടുത്ത മൊഡ്യൂളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ മൊഡ്യൂൾ 5 ലോക്ക് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പം ഈ സ്റ്റുഡന്റ് മൊഡ്യൂൾ 4 ചെയ്യാത്തത് കൊണ്ടാണ് 5 ചെയ്യാൻ പറ്റാതിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത് എടുക്കുക. ഇത് ഇവിടെ നമുക്ക് കോഴ്സ് വാച്ച് ചെയ്യാൻ, അതായത് നമ്മളെ മൊഡ്യൂളിന്റെ ആ ഒരു വീഡിയോ വാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഏറ്റവും മുകളിലുണ്ട്. അതിന്റെ താഴെ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി മേക്ക് എൻ ആർട്ട് വർക്ക് ആൻഡ് റൈറ്റ് യുവർ ബ്ലെസ്സിങ്സ് ഇൻ ഇറ്റ് എന്നാണ്. അപ്പം അത് ചെയ്ത് അതിന്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സബ്മിഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. നിങ്ങളെ കുട്ടികൾ ചെയ്യുന്ന സബ്മിഷൻ എന്താണോ അത് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെയും അവനീൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ നിങ്ങൾക്ക് പറഞ്ഞുതരും. എല്ലാ ക്വസ്റ്റ്യൻസും അവനിൽ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇൻഷാല്ലാ. സോറി, ഇത്രയും സ്ലോ ആണ്. ഓക്കെ, അതിലേക്ക് വരാം. പിന്നെ അതിന്റെ താഴെ ഒരു ക്വിസ് സെക്ഷൻ കാണാം. ചിലതിൽ ക്വിസ് സെക്ഷൻ ഇവിടെ ഉണ്ടാവും, ചിലതിൽ നമുക്ക് പുറത്ത് തന്നെ ക്വിസ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ഐറ്റം ഉണ്ടാവും. അപ്പൊ ക്വിസ് സെക്ഷൻ ഇവിടെ നിങ്ങളെ പേരൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വിസ് സെക്ഷനിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാം. അവനി ടീംസിനും എല്ലാവർക്കും വേറെ വേറെ അവരെ ലോഗിനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മൊഡ്യൂളിന്റെ ക്വിസ്, അത് ആ ഒരു മൊഡ്യൂൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഈ ക്വിസിനകത്ത് ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ ക്വിസ് ചെയ്യുന്നില്ല, സമയം എടുക്കുന്നുള്ളതുകൊണ്ട്. ഇതിന്റെ തൊട്ട് മുമ്പ് കാണിച്ച ലിങ്ക് ആർട്ട് വർക്ക്സ് കുട്ടികൾ ചെയ്ത് അപ്ലോഡ് ചെയ്തതാണിത്. അതുപോലെ നിങ്ങളും നിങ്ങളെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇൻഷാല്ലാ. ഓക്കെ, അപ്പം അതാണ് കോഴ്സ്. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ കോഴ്സിന്റെ കീഴിലും എല്ലാം മൊഡ്യൂൾസ് കാണാൻ പറ്റും, ഇതുവരെ കഴിഞ്ഞതൊക്കെ ഇൻഷാല്ലാ. ഇനി നിങ്ങളിപ്പം വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ചേർന്നവർ എങ്ങനെയാണ് ഈ കോഴ്സ് ഇത്രയും എടുക്കുക എന്നൊക്കെ ഉള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്റർ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. മെന്റർ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവനിയിലുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ അവനിന്റെ മെയിൽ ഐ ഡിയിൽ ഒരു മെയിൽ അയച്ചാലും മതി. ആരെങ്കിലും ഒരാളെ മെന്റേഴ്സ് ആയിട്ട് വെക്കാനും പറ്റും ഇൻഷാല്ലാ. അപ്പം അത് കോഴ്സസ്. ഇനി കമ്മ്യൂണിറ്റിയിലേക്ക് വരാം. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ പോലെയാണ്. ഓക്കെ, ഇവിടെ മാഷാല്ലാ ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് കമന്റ് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും. അവിടെ കോഴ്സസ് ചെയ്താൽ നിങ്ങൾക്ക് കമന്റ്സ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയാൽ പോലും നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും. ഓക്കെ, കമന്റ് ചെയ്താൽ പോയിന്റ്സ് കിട്ടും ഇൻഷാല്ലാ. ഇനി ഇവിടെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു 3 ലൈന് കാണാം. ആ ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ഈ 2 ഓപ്ഷനാണ്, വൈബ് സ്പേസും ലിങ്കിങ് അപ്പും. വൈബ് സ്പേസ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ പോലെ പോസ്റ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ. ഓക്കെ, ലിങ്കിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതേ ഗ്രൂപ്പിലുള്ള ബാക്കി ഫ്രണ്ട്സ്, അതായത് ബോയ്സ്, ഇത് കിഡ്സ് ബോയ്സ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ബാക്കി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വെറുതെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനുള്ള ഹൗ ആർ യു, അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണത്. ഇനി ലീഡർ ബോർഡ്സിലേക്ക് വരാം. ഓക്കെ, ലീഡർ ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഓൾ മെമ്പേഴ്സിനെ ഫിൽട്ടർ ചെയ്ത് ലിറ്റിൽ മഹ്സിൻ ആക്കുകയാണ്. ലിറ്റിൽ മൊഹ്സിൻ ആണ് നിങ്ങളെ ബോയ്സിന്റെ ഗ്രൂപ്പ്. ഓക്കെ, ലിറ്റിൽ മൊഹ്സിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈ താഴെ ബ്ലർ ചെയ്ത് കാണുന്നതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ബാഡ്ജസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇപ്പൊ ഇവിടെ കണ്ടോ 15,000+ പോയിന്റ്സ് ആണെങ്കിൽ ഈ ബാഡ്ജ് കിട്ടും. 100 കാരിയർ, അങ്ങനെ ഇഷ്ടം പോലെ പോയിന്റ്സിനനുസരിച്ച് നിങ്ങൾക്ക് ബാഡ്ജസ് എടുക്കാൻ പറ്റും. ആൻഡ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലെ ടോപ്പേഴ്സ് ആരൊക്കെയാന്ന് കാണാം. മന്ത്ലി ടോപ്പർ ഇപ്പം അമീൻ യാസീൻ ആണ്. ഈ ടോപ്പർ ആരാന്ന് നോക്കിയിട്ടാണ് നമ്മൾ I4C വിന്നറിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഈ പോയിന്റ്സ് വരുന്നതിന് നിങ്ങൾ കോഴ്സ് ചെയ്യണം, കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ് ആവണം, ചാലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അതൊക്കെ ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ പോയിന്റ് വരെ. ഈ പോയിന്റ് ഇങ്ങനെ മാഷാഅല്ലാ ഓരോരുത്തരും തമ്മിൽ മത്സരിച്ച് പോയിന്റ്സ് കൂട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ബോയ്സിന്റെ കാറ്റഗറിയാണ്, ഇത് ഗേൾസിന്റെ ബോയ്സിന്റെ ഓവറോൾ പോയിന്റ്സ് ആണ്. അതായത് ഇതുവരെ ടോപ്പ് പോയിന്റ് വാങ്ങിയ കുട്ടി, ഇവിടെ മന്ത്ലി ടോപ്പ് പോയിന്റ് വാങ്ങിയ കുട്ടി, ഇത് വീക്ക്ലി ടോപ്പ് പോയിന്റ്, അങ്ങനെ. ഓക്കെ, അപ്പൊ ആദ്യത്തെ 10 പേരാണ് ഈ ലിസ്റ്റിൽ ഉണ്ടാവുക. ഇനി അതാണ് ലീഡർ ബോർഡ്. അപ്പം ലീഡർ ബോർഡും ഇപ്പം ഞാനിവിടെ അമീൻ യാസീനെ എടുത്തിട്ട് കാണിക്കാം എക്സാമ്പിൾ, അല്ലെങ്കിൽ ഇമാൻ ആദം. ഓക്കെ, ഇമാൻ ആദമിന്റെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇമാനിന് കിട്ടിയ ടൈറ്റിൽസ്, ബാഡ്ജസ് കാണാം. ഓക്കെ,
ഇമാന് കുറെ ബാഡ്ജസ് കിട്ടിയിട്ടുണ്ട്. വേവ് മേക്കർ, തോട്ട് ലീഡർ, പവർ യൂസർ, 100 ക്ലബ്. അത് പോയിന്റ്സിനനുസരിച്ച് കിട്ടുന്ന ബാഡ്ജസ് ആണ്. അപ്പൊ ഓരോരുത്തർക്കും ഇങ്ങനെ ബാഡ്ജസ് നേടാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം അതാണ് കമ്മ്യൂണിറ്റി. ദെൻ കോച്ചിങ്, കിഡ്സിന് നമ്മൾ കോച്ചിങ് ഇല്ല, പക്ഷെ കിഡ്സിന്റെ പേരൻസിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങളെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു കുഞ്ഞി സെഷൻ പോലെ ലൈഫ് കോച്ചിങ് സെഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാം. അതെങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അവനീൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഇനി ലാസ്റ്റ് ക്യൂസോൺ. ക്യൂസോണിൽ നമ്മൾ ഒരു മാസം 3 ക്വിസസ് ആണ് ഇടാറ്. അതായത് ഓരോ ഫസ്റ്റ് തേഴ്സ്ഡേ, സെക്കൻഡ് തേഴ്സ്ഡേ, തേർഡ് തേഴ്സ്ഡേ. അപ്പൊ ഇന്നലെ നമ്മൾ പുതിയ ക്വിസ് ഇട്ടിട്ടുണ്ട്. അപ്പം ക്വിസ് എങ്ങനെയാ എൻട്രി ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഇമേജിൽ എന്തിനെ കുറിച്ചുള്ള ക്വിസാന്ന് കാണിക്കാം. സെക്കൻഡ് ഇമേജിൽ നിങ്ങൾക്ക് ഒരു ക്ലിക്ക് കാണാം. ഓക്കെ, ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മന്ത് ടെക്നോളജി ക്വിസ് ആണ് ഇന്നലെ അപ്ഡേറ്റ് ചെയ്തത്. ഈ മന്തിലല്ല, ഈ വീക്കില്. ഓക്കെ, ഇന്നലെ അപ്ഡേറ്റ് ചെയ്തതാണ്. ഇന്നലെ തേഴ്സ്ഡേ ആയിരുന്നല്ലേ. അപ്പം അത് നിങ്ങൾക്ക് അതിൽ എൻ്റർ ചെയ്യാം. നിങ്ങളെ കുട്ടിക്ക് ക്വിസ് അറ്റൻഡ് ചെയ്യാം. റോബോട്ടിനെ കുറിച്ച്, അപ്പം കുട്ടികൾക്ക് അതിനെ കുറിച്ച് പോയിന്റ് വാങ്ങാം. ഇനി അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അവർക്ക് ക്വിസ് അറ്റൻഡ് ചെയ്തിട്ട് പഠിക്കുകയും ചെയ്യാം. അവരുടെ പോയിന്റ്സ് ഒക്കെ നമ്മളിലേക്ക് എത്തും. എന്നിട്ട് ആരാ ടോപ്പർ എന്ന് നോക്കിയിട്ട് നമ്മൾ ഓരോ മന്തും ആ മന്തിലെ വിന്നറെ ഇവിടെ അനൗൺസ് ചെയ്യും. ഇവിടെ കഴിഞ്ഞ 2 മന്തിലും ഓരോ കാറ്റഗറിയിലെയും വിന്നേഴ്സിനെ നിങ്ങൾക്ക് കാണാം, ഏപ്രിലിലെയും മെയ്യിലെയും. ഓക്കെ, അപ്പൊ ഇവിടേക്കും അവരെ പേര് പ്രിന്റ് ചെയ്ത് വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ് അവർക്ക് വേണ്ട ഡോപ്പമിൻ ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ കളിയിലൂടെ ദീൻ മനസ്സിലാക്കാനുള്ള ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പേരൻസും അത്യാവശ്യത്തിന് അവർക്കൊരു എഫേർട്ടും ഇതും കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുള്ളൂ, ഇൻഷാ അല്ലാ. അപ്പം നമുക്ക് തിരിച്ച് നമ്മളുടെ ഇതിലേക്ക് വരാം.